അത് നമ്മുടെ പിന്നാലെ നടന്നിട്ട് യഥാർത്ഥ എക്സ് മുസ്ലിം ആരാണ്, അവരിൽപ്പെട്ടവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഉടായ്പ പരിപാടി നിർത്താൻ ലിയാഖത്തിനോട് ഉപദേശിക്കും, സമയം കിട്ടും. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരാ ഉള്ളത്? അല്ല, യഥാർത്ഥ എക്സ് മുസ്ലിം, യഥാർത്ഥ സ്വതന്ത്ര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 916 കളിക്കുന്ന കുറെ അമ്മാവന്മാരുണ്ട്. വെൽക്കം ടു കോയ കോൾ. ഞാന് നിങ്ങളുടെ വീഡിയോസ് പൊതുവെ അങ്ങനെ കാണാത്ത ഒരു വ്യക്തിയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ. ഓഹോ, എന്താണ്? ഇതേ റേഞ്ചിലുള്ള വേറെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, നമ്മുടെ ലിയാഖത്ത് ഭായിന്റെ കാണാറുണ്ട്. പുള്ളിയുടെ മാത്രമേ ഞാൻ പൊതുവെ കാണാറുള്ളൂ മാക്സിമം ആയിട്ട്. പിന്നെ നമ്മൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും നിങ്ങൾ ഇപ്പം ഇസ്ലാമിനെ ഇങ്ങനെ കീറി മുറിച്ചിങ്ങനെ പറയുമ്പം അതെല്ലാ മതത്തിനും അത് ബാധകമാണ് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവേണ്ടത് നല്ലതാണ്. തെറ്റുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ തെറ്റാണ് എന്നുള്ളത് പറയാന് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോകൾ കാണുമ്പോൾ നമുക്കത് പറയാനും, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കൂടി നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനും എന്താ പറയാ ഒരു കിട്ടുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെയൊക്കെ വീഡിയോസ്. ഞാനൊരു ക്രിസ്ത്യാനിറ്റിയിൽ എന്തോ പറഞ്ഞോളൂ. അല്ല, അപ്പൊ നമ്മളുടേത് കാണാതിരുന്നിട്ട് പിന്നെ കാണാതിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഏതോ ഒരു കോളിങ്ങിന്റെ ഒരു വീഡിയോ, പൊതുവെ നിങ്ങൾ കുറച്ച് പച്ചയ്ക്ക് പറയുന്ന ഒരു മനുഷ്യനാണ്. കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേദനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ വളരെ പൊളൈറ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ ലേശം വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോസ് കാണാതിരുന്നതിന്റെ മെയിൻ കാരണം അതായിരുന്നു, ഇങ്ങനെയൊക്കെ എന്തിനാ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതുകൊണ്ട്. പക്ഷെ പിന്നീട് കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു ലിയാഖത്തിന്റെ ചാനലൊക്കെ പൂട്ടിപ്പോയൊരവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ ബാസില്. അതിനുശേഷം ആ സമയത്ത് ഞാൻ പിന്നെ നിങ്ങളുടെ വീഡിയോസ്, കാരണം രാത്രി കിടക്കാൻ നേരത്തെ എന്റെ മെയിന് ഉറങ്ങുന്നത് ഈ ഒരു സംഭവം കേട്ടിട്ടാണ് ഞാൻ കിടക്കാറ്. കാരണം നമുക്കിപ്പം നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും അതിലുണ്ടാവുന്ന തെറ്റുകൾ തന്നെയാണ് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഉണ്ട്, തെറ്റുകളാണെന്നുള്ളത് പറയാനുള്ള ഒരു പേടി. കാരണം അറിയാലോ, ഈ പൊതുസമൂഹത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം അത് നമ്മളെ ഒറ്റപ്പെടുത്തുക, എന്താ പറയാ, സാമ്പത്തികപരമായിട്ടും നമ്മുടെ ജോലിപരമായിട്ടും ഒക്കെ നമുക്ക് അത് പല ഭീഷണികളും വരും. അതുകൊണ്ട് തന്നെയാണ് പലരും ഇത് പറയാൻ മടിക്കുന്നത്. പലരും അത് സമൂഹത്തിന്റെ മുമ്പിൽ അത് തുറന്നു പറയും. ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ധൈര്യം ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ മതത്തിന്റെ അകത്തുള്ള ആൾക്കാർക്കും ഇത്തരത്തില് എന്താ പറയാ, അവരതിന്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ചെറിയൊരു വിശ്വാസം മാത്രം. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഇത് എന്താ പറയാ, ഇത് നമ്മൾ പഠിച്ചും കേട്ടും ഒക്കെ വളർന്നു വന്ന ആൾക്കാരാണല്ലോ. അപ്പൊ പെട്ടെന്ന് അതിനെ അങ്ങോട്ട് തള്ളി പറയാനും വയ്യ. എങ്കിൽ പോലും ഇതിൽ തെറ്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് പറയാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഇപ്പൊ നിങ്ങൾ ലിയാഖത്തിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയാണ്, നമ്മളുടെ ഐഡിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിക്കാൻ എക്സ് മുസ്ലിങ്ങൾ മാത്രം മതി എന്നൊരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട്. ഇല്ലില്ല, ഇത് നോക്കൂ, ഇപ്പം ഏത് മതത്തിൽ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട്. അതിവിടെ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, അവരിത് ചെയ്തോളും. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു എക്സ് മുസ്ലിം ഫത്വ തന്നെ ഇവിടെ ഉണ്ട്. ഇത് വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവരെ ഇസ്ലാമോഫോബ് ആക്കുക, ഇങ്ങനെയുള്ളൊരു അവസ്ഥ. അപ്പൊ ഒരാൾക്കും കേൾക്കും ഇങ്ങനൊരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ ആ അവസ്ഥയിലാണ് നമ്മൾ ഈ പണിയായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിനെ നിങ്ങൾ മുസ്ലിം അല്ല, എക്സ് മുസ്ലിം അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് വിമർശിക്കാൻ കഴിയണം, ഒന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഏറ്റവും മിനിമം വേണ്ടത്? ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ വേണ്ടേ ഈ സാധനം വിമർശിക്കണമെങ്കിൽ? ഇൻഫർമേഷൻ തീർച്ചയായിട്ടും, കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുന്നതുകൊണ്ട് മാത്രമാണ്. കേൾക്കും. അപ്പൊ ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ ലക്ഷ്യം. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെ എല്ലാവർക്കും വിമർശിക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതും, രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ വിമർശിക്കാൻ വേണ്ട ഇൻഫർമേഷൻ എല്ലാവരുടെ കൈകളിലേക്ക് എളുപ്പം എത്തിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും നല്ല ലക്ഷ്യങ്ങളാണ്, സമ്മതിക്കുന്നു. എങ്ങനെ എത്തിക്കും? ഈ സാധനം ആർക്കായാലും തപ്പിയാൽ കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ ഉള്ളൂ, പക്ഷെ നിങ്ങളെ കയ്യിലേക്ക് എത്തുന്നില്ല. അതല്ലേ അവിടുത്തെ പ്രശ്നം. അപ്പൊ ഒരു നോളജ് ഗ്യാപ്പ്. അപ്പൊ ആ നോളജ് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എൻഗേജിങ് ആയിട്ടുള്ള ഒരു പണി നമ്മൾ എടുക്കണം. അതിനുള്ള വഴി എന്താണ്? ആ വഴി എന്ന് പറയുന്നത് ഇവരായിട്ട് സംവാദങ്ങൾ, ഈ മറ്റേ എന്താണ്, ഇപ്പോൾ ഹൈത്തമിയായിട്ട് സംവാദം നടത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ജബ്ബാർ മാഷ് ഇ എ ജബ്ബാർ മാഷ് നമ്മുടെ എം അക്ബറുടെ സംവാദം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുന്നു, അവർ വരാൻ നോക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ അവർ പിന്നെ ക്ഷണം
സ്വീകരിക്കാതെ വരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ മാറി നിന്നിട്ട് അവരുടെ വാദങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ ഓൾറെഡി റീച്ചുള്ള ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണ്? അവിടെ ഞാൻ ആ ഗ്യാപ്പ് കണ്ടെത്തി. അതായത് ഇവരെന്തായാലും വരില്ല, ഈ പറയുന്ന അബ്ദുള്ള ബാസിൽ വരില്ല, ജബ്ബാർ മറ്റേ പേരൊന്നും പറയണ്ട, വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. ബാലുശ്ശേരി വരില്ല, ഒരാളും വരില്ല. ബാലുശ്ശേരിനൊക്കെ നമ്മൾ പലപ്പോഴും ഇതിനു വേണ്ടി വിളിച്ചാണ്, നേരിട്ട് സംസാരിച്ചതാണ്, പക്ഷെ ആൾ വരില്ല. അപ്പൊ ഇത് അവർക്ക് ഇസ്ലാമിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ വഴി എന്താണ്? ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രണ്ടാം നിരയുണ്ട്. അതാരാണ്? അത് വിശ്വാസികളാണ്. അപ്പോൾ ആ വിശ്വാസികളെ നമ്മൾ നേരിട്ട് വിളിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി. അവരല്ലാതെ തന്നെ നമ്മൾ വിളി. എനിക്ക് പാതിരാത്രിയൊക്കെ കോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഉറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു, എൻ്റെ മറ്റേ പേഴ്സണൽ നമ്പർ ലീക്ക് ആക്കിയിട്ട്. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആ സാധനം ഇവർ വിളിക്കുമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അതിന് നമ്മൾ വേറെ തന്നെ ഒരു ഫോൺ അങ്ങോട്ട് ആക്കി. ആ സാധനമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കോയ കോളിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ നമ്മൾ ഈ നമ്പർ പബ്ലിക്കാക്കി. അപ്പോൾ ഇതിലേക്ക് അവർ വിളിക്കും. അങ്ങനെ ഇവർ വിളിച്ച് ഈ പറയുന്ന ഈ ഉസ്താദുമാർ കൊടുക്കുന്ന ധരിപ്പിക്കുന്ന ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് അവർ ആ കോൺഫിഡൻസിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ നമ്മളതിന് മറുപടികൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ കുരുങ്ങി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊരു നല്ല വഴിയായി. അങ്ങനെ ഇത് വലിയൊരു റീച്ച് വന്നപ്പോഴാണ് ഇപ്പോൾ മറ്റേ ലിയാഖത്തായാലും ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഞാൻ പറയുന്നത് കൂടുതൽ ആളുകൾ ഇത് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എക്സ് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള പൊതുജനങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഹിന്ദു മതത്തെ എല്ലാവർക്കും വിമർശിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണോ ക്രിസ്ത്യാനിറ്റി എല്ലാവർക്കും വിമർശിക്കാൻ കഴിയുന്നത്, അതേപോലെ ഇസ്ലാമിനെയും എല്ലാവർക്കും വിമർശിക്കാൻ കഴിയണം. അത് ചെയ്യുന്ന സമയത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം അവിടെ വെക്കാനുള്ള ആ ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. അത് അവർക്ക് ലഭിക്കാതെ പോകണം. അത് മുളയിലേ നിന്നുള്ളതാണ്. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് അത് പറയാനുള്ള ഇൻഫർമേഷനും കിട്ടും. അത് കിട്ടി. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ എത്തിച്ചത്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എന്റെ അഭിപ്രായത്തില് ഏത് കാര്യത്തില് നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചില ഫോൾട്ടുകളുണ്ട് ഈ എല്ലാ മതങ്ങളിലും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ അത് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ലാന്നേ. അങ്ങനെ വരില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ ഇതിലൊരു തെറ്റുണ്ട് എന്നുള്ളത്. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട്? ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ? ഞാൻ ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റിയാണ്. ഒരു വലിയ തീവ്ര വിശ്വാസിയൊക്കെ ആയിരുന്നോ? പെന്തക്കോസ്ത്? ഇല്ലില്ല, ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ വലിയൊരു തീവ്ര വിശ്വാസി അല്ല. ഞാൻ പള്ളിയിൽ പോകാത്തതിനും പിന്നെ ഞാൻ പൊതുവെ പോകുന്ന കാര്യം ഒരു ഇസ്ലാമിക് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. എനിക്കറിയാം അങ്ങനെയുള്ള കുറെ ആൾക്കാർ കൂടെ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു സാമാന്യ ബുദ്ധിയിൽ ഇത് ചിന്തിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടത് പറ്റാത്ത? നിങ്ങളിവിടെ പരാമർശിച്ചു അബ്ദുള്ള ബാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയല്ലേ എന്ന് പറഞ്ഞു. ആളൊരു ഡോക്ടറാണ്. BDS പഠിച്ച ഒരു ദന്ത ഡോക്ടറായിട്ട് അയാൾ പറയണത് ചന്ദ്രനെ പിളർത്തിയത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് അല്ലേ? അതേപോലെ ബയോളജി സെൻട്രൽ ഗൈറസ് ഓണരും എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടൻ ബയോളജി വിളമ്പല്ലേ ചെയ്തത് പെണ്ണുങ്ങളെ കണ്ട. സെൻട്രൽ ഗൈറസിന്റെ പണി എന്താന്ന് പോലും ആൾക്ക് മനസ്സിലാവുന്നില്ല. ഇതേപോലുള്ള ഓരോ മണ്ടത്തരങ്ങൾ ആ മതത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് എഴുന്നള്ളിക്കുക, ഇതല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരു ഇസ്ലാം മത വിശ്വാസി അത് ചെയ്യും. കാരണം എന്താണ്? അവന് ആത്യന്തികമായിട്ട് കിട്ടുന്നത് ഹൂറികളെയാണ്. പക്ഷെ നോക്കൂ, ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, എന്റെ വളർച്ചയെല്ലാം ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ വളർന്നതെല്ലാം കോഴിക്കോട് ജില്ലയിലാണ്. അതിനുശേഷം പിന്നെ ഒരു പറച്ചുനറൽ ഉണ്ടായത് മലപ്പുറം ജില്ലയിലേക്കാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയാ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വളരെ എല്ലാ കാര്യങ്ങളും കാഷ്വലായിട്ട് ഇപ്പം മദ്യപിക്കുന്ന മുസ്ലിംസുകളുണ്ട്, കള്ളൂടി പിന്നെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരൊന്നും സമൂഹത്തിന് ഒരു മോശപ്പെട്ട രീതിയിലോ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ഈ ലിയാഖത്ത് ഭായിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുർത്തതാട്ടോ എന്ന് പറഞ്ഞു ഞാൻ അറിയാതെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചങ്ങായി മുർത്തതും ഇതൊക്കെ ആ കണ്ടിട്ട് സ്വർഗത്ത് പോകുമ്പോണ്ടെന്നല്ല പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് നോക്കിക്കോളാം. എനിക്ക് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ചങ്ങായിമാരെ കൂടെ കാര്യങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് മാത്രമേ എന്റെ ഇതുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ അതില് എനിക്ക് കുറെ എന്താ പറയാ ഞാൻ കുറെ ചിന്തിച്ചു. കാരണം നമ്മളും ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരുടെ കൂടെ എങ്ങനെ നമുക്ക് സ്നേഹത്തോടു കൂടിയും പിന്നെ എന്താ പറയാ അവരെ സഹായിച്ചും അല്ലെങ്കിൽ നമ്മളെ തിരിച്ചങ്ങോട്ട് സഹായിച്ചും ഒത്തൊരുമിച്ചിട്ട് എങ്ങനെ പോകാൻ പറ്റുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ഒന്ന് ബോധേഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും കൂടുതൽ പോകൂല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി ഈ രീതിയിലൊക്കെ ഇങ്ങനെ ഏതൊരു കൊച്ചു കുട്ടിയുടെ അടുത്ത് പോലും ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ ആ ഒരു 5ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പയ്യൻ വിചാരിക്കും ഇവന് ഈ ചങ്ങായി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്,
ഇവരെന്താ വെളിവും വിദ്യാഭ്യാസം ഇല്ലേ എന്നുള്ളത് തോന്നും. കാരണം ഇപ്പൊ അവര് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ, രണ്ടുപേരെ ഇങ്ങനെ വിളിച്ചിരുത്തുക, എന്നിട്ട് ഇവര് ഓപ്പോസിറ്റ് ഇരിക്കുക, എന്നിട്ട് ഇവര് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടാണ് ഒരു സതിയുടെ കാര്യത്തിലൊക്കെ ഇവര് സംസാരിക്കും. അതെ, നിരീശ്വരവാദി എന്ന് പറഞ്ഞ രണ്ടുപേരെയാണ് വിളിച്ചിരുത്തി സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. ഇപ്പം ഒരു 2-3 ദിവസം മുന്നേ ഒരു ലൈവ്. അപ്പൊ അവരിങ്ങനെ ഈ സതിയുടെ കാര്യങ്ങളിലൊക്കെ അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത് ഞാനിങ്ങനെ കുറച്ചു നേരം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നി ഈ സാധനം കേൾക്കുന്നതിൽ നല്ലത് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ കിടക്കുന്നതാണ്. കാരണം അത്രയ്ക്ക് ഇത്രയും വിവരമുണ്ട്, ഇത്രയും പഠിപ്പുണ്ട്, ഈ ലോകം എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു നോളജ് ഉള്ള ഒരു മനുഷ്യൻ ഇത്രയൊക്കെ രീതിയിൽ തരം താഴ്ന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതെല്ലാം എല്ലാ ഇതിലും ഉണ്ട്. എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ട് ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ എന്റെ പള്ളിയിൽ ഇതേപോലെ ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇതേപോലെ ഒരു ചർച്ച പ്രാർത്ഥനയുടെ ഇടയിൽ ഇതേപോലെ നമ്മുടെ ഈ ഇപ്പൊ റീസെന്റ് ആയിട്ട് വോട്ട് നടന്നല്ലോ. ഇപ്പൊ ഞാൻ നാട്ടിലായിരുന്നുണ്ടായിരുന്നു, വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ അച്ഛൻ അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പിരിഞ്ഞു പോകാൻ സമയത്ത് അച്ഛൻ പറഞ്ഞത് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം അതിലൊരു 10-25 വയസ്സുള്ള ഒരു പയ്യനാണ്. അവൻ എഴുന്നേറ്റ് വെച്ച്, അച്ഛാ വോട്ടൊക്കെ നമ്മുടേതായിട്ട്, അവൻ വളരെ എന്താ പറയാ ഒരു കോമഡി രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു രീതിയിലാണ് അവൻ സംസാരിച്ച് വോട്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു അവകാശമില്ല. അതൊക്കെ പിന്നെ അച്ഛൻ ഇങ്ങനെ ഈ പരസ്യത്തിന്റെ ഇടയിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ അതോടെ നിർത്തി. അതേപോലെ നമ്മൾ എതിർക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ ആദം നബിയും ഇവരെയൊക്കെ കാര്യങ്ങൾ പറയുമ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ പാളി എന്നുള്ളത് നമ്മൾ ഒരു കൊച്ചുകുട്ടി പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആദവും ഹവ്വയും, അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കല്യാണം കഴിച്ച് കെട്ടിയതാണെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും അറിയാലോ. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന എന്താ പറയാ അവരുടെ കുടുംബം വലുതാകുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മളെങ്ങനെ പുറത്തു പോയിട്ട് വേറെ ഒരാളെ കല്യാണം കഴിക്കുന്നതല്ലേ. ഈ ആൾക്കാര് ഈ ആദവും ഹവ്വയും കല്യാണം കഴിച്ചതിന് ശേഷം അവർക്കുണ്ടായ കുട്ടികളെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിട്ടാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ തന്നെ അത് തീർന്നില്ലേ. പറഞ്ഞ പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല, എങ്കിൽ പോലും അത് ചെറുപ്പം തൊട്ടേ നമ്മൾ ഇതൊക്കെ കേട്ടും വളർന്നും പിന്നെ കുടുംബ പ്രാർത്ഥന അങ്ങനെ എങ്ങനെ എന്നൊക്കെ ഉള്ള ഓരോ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ആ ഒരു ചെറിയൊരു വിശ്വാസം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം കർത്താവെ സഹായിക്കണേ എന്നുള്ളൊരു അത് പൂർണ്ണമായിട്ട് എനിക്ക് തള്ളിക്കളയാൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഈ സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും ഇവർ ഈ മതം ഇങ്ങനെ തിരികെ കയറ്റുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെപ്പോലെ ഒരു സോഷ്യലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ. പറഞ്ഞുതരാം. അതായത് ഒറ്റ കാര്യം കേൾക്കൂ. അതായത് നമ്മൾ പറയുന്നത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നതോ ഒരു ക്രിസ്മസിന് കേക്ക് മുറിക്കുന്നതോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്നൊന്നും അല്ല നമ്മുടെ പ്രശ്നം. നിസ്കരിക്കണതോ നോമ്പെടുക്കണോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം ഇപ്പോൾ പൊളിറ്റിക്സിൽ മതം, തീവ്രവാദം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ സോഷ്യലി ഇത് ഇഷ്യൂ ഉണ്ടാക്കുന്നു, ഇത് റിഫോമിനെ തടയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വഖഫിൻ്റെ ഇഷ്യൂ വരുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഇഷ്യൂ വരുന്നു. ഇതുപോലുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഈ മതം തീരുകയും അത് പ്രശ്നം ഉണ്ടാക്കുകയും തീവ്രവാദം പോലുള്ള വിഷയങ്ങളിൽ ഇസ്ലാം മുഴച്ചു നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത്. അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അതിനെ പച്ചയ്ക്ക് ഇതിനെ തുറന്ന് പറയാത്ത നിലപാടുകൾ ഇവിടുത്തെ രാഷ്ട്രീയം കൈകൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ആ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ വിമർശിക്കേണ്ടി വരുന്നത്. അല്ലാതെ നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, ഒരു കുറ്റസമ്മതം പോലെയാണ് പറയണത്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിത് പറയുമ്പോഴും എൻ്റെ വീട്ടുകാരും എല്ലാവരും വിശ്വാസികളല്ലേ. അപ്പോൾ വിശ്വാസം ഉണ്ടോ എന്നുള്ളതല്ല, ഇനി ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പം ഞാനിവിടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയാൽ ഞാൻ നിരീശ്വരവാദിയാണ്, എക്സ് മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ എല്ലാ പള്ളിയും പൊളിച്ചളയും, അമ്പലം മുഴുവൻ എനിക്ക് പൊളിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ അത്. അപ്പം നമ്മൾ അത് ഏത് ലെവലിൽ നമ്മൾ നിർത്തുന്നു, അത് എങ്ങനെ അത് നിരുപദ്രവകരമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. അതാണ് നമ്മളുടെ ക്ലാരിറ്റി വേണ്ട വശം എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വാസം എന്നുള്ളതല്ല, അല്ലെങ്കിൽ വിശ്വാസികൾ മുഴുവൻ കുഴപ്പക്കാരെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലല്ല, അത് മനസ്സിലായി. കാരണം നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീഡിയോസ് ഞാൻ പൊതുവേ ഒന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഈ മറ്റേ പേപ്പട്ടി മതം അങ്ങനെയാണ്, ഉമ്മാനെ പൂശി മറ്റേത് അങ്ങനെയൊക്കെ ഒരു ചില വാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് കേൾക്കാതെ അത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ വീഡിയോസിലേക്ക് ഞാൻ പോവാറുണ്ട്. പൊതുവേ ഞാൻ കാണാറുള്ളത് ലിയാഖത്തിന്റെ ഒരേ ഒരു വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ പൊതുവെ. അത് മുസ്ലിംസിനെ തേച്ചൊട്ടിക്കുന്നോണ്ടോ അങ്ങനെയൊന്നുമല്ല. അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഞങ്ങളുടെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് എനിക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. മനസ്സിലായില്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നതും ജോലി ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു രാജ്യത്താണ്, ഒരു ഗൾഫ് കൺട്രിയിലാണ്. ഇവിടെ
ഇപ്പം എന്തോരം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എന്നറിയോ? ഒരുപാട് മാറ്റങ്ങൾ. ഒരു മുസ്ലിം രാജ്യത്ത് അവരുടെ ശരീഅത്ത് നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇപ്പം ഈ രാജ്യത്ത് ഇവിടെ ഇവർ നടത്തുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പോർക്ക് കിട്ടും, ഇവിടെ ഞങ്ങൾക്ക് ഒട്ടകം കിട്ടും, ഇവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ ഏത് രാജ്യക്കാരനും അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾ അപ്പൊ അവര് കുറെ മാറി ചിന്തിച്ചുന്നേ. അവരൊക്കെ ഇഷ്ടം പോലെ മാറ്റങ്ങൾ വന്നു. എന്നിട്ടും ഈ മാറ്റങ്ങൾ അംഗീകരിക്കാതെ ഇതിൽ തന്നെ ഒട്ടി നിന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് നമുക്ക്, കാരണം ഈ ഒരു റിയാലിറ്റിയിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്. ഇപ്പൊ സൗദിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം മാറ്റങ്ങൾ ആ രാജാവ് കൊണ്ടുവന്നു. അതാണ് മനസ്സിലായി. അപ്പൊ ഏതായാലും സംഗതി നമുക്ക് ക്ലിയർ ആണ്. നിങ്ങൾ വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ ഒരു കുറ്റബോധമുണ്ട്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം നാട്ടിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യണമെന്നേ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയണം. കാരണം ഇത് കേൾക്കുന്നത് കൊണ്ട് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിന് മാത്രമല്ല ഇത് ചിന്തിക്കേണ്ട ആവശ്യം, ഇത് എല്ലാവരും ചിന്തിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും വിളിച്ചു പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഈ മനസ്സിലായ കാര്യം ലിയാക്കത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, പുള്ളി ഇപ്പോഴും നമ്മുടെ പിന്നാലെ അങ്ങനെയുണ്ട്. അപ്പൊ ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ മൂപ്പരെ ഒന്ന് വിളിച്ചൊന്ന് ഉപദേശിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ഈ സാധനം ഞാൻ പുള്ളിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ 1, 2, 3 വീഡിയോസ് വോയിസ് പുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പുള്ളി റോങ് ആയിട്ടുള്ള ഒരു ചിന്തയിലാണ് എന്റെ വോയിസ്, കാരണം എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല ഞാൻ സംസാരിച്ചപ്പം. അപ്പൊ പുള്ളി വേറൊരു രീതിയിലാണ്. അത് പുള്ളിയുടെ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ അന്ന് സംസാരിച്ച രീതി ആ രീതിയിലായതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ പ്രകോപിപ്പിച്ചാലും വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ പുള്ളിയെ പ്രകോപിപ്പിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ലിയാക്കത്ത് സ്വയം പറയണ കാര്യം പറഞ്ഞു. എന്തിനാ ഈ വീർപ്പിക്കുന്നതെന്ന് നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ അത് വിടൂ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഇതിനൊരു ലക്ഷ്യമുണ്ട്. ആളുകൾക്ക് വളരെ മാന്യമായ സാധനങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഇരിക്കുന്നത് തലയ്ക്ക് കൊട്ടു കൊടുക്കാനാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പണി ഇവിടെ നടക്കണമെങ്കിൽ ആ കൊട്ട ആവശ്യമാണ്. അപ്പോഴേ നിങ്ങൾ അന്വേഷിക്കുള്ളൂ. ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങളൊരു സാധനം, ഞാൻ ഈ പറയുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ച സാധനമാണോ? അല്ലല്ലോ. ഇതിപ്പോ ഗൂഗിൾ അടിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ല. അല്ലേ? തീർച്ചയായിട്ടും. യൂട്യൂബിൽ പോയി തപ്പിയാൽ കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാനോ ഒരു നിങ്ങൾ പറയുന്ന പോലെ തീവ്രമായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും വെളുപ്പിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അത് അംഗീകരിക്കില്ലാന്നേ. ഇപ്പൊ ഞാനും അങ്ങനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അത് അന്വേഷിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ത്വര ഉണ്ടാക്കുക എന്നുള്ള പണിയാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇത് വിശ്വാസികൾ മാത്രം പ്രശ്നമല്ല. നിങ്ങളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? നിങ്ങൾക്കൊരു ആവശ്യം വരാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ആവശ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ പണി. ആ പണി എടുക്കണവർ അതിന് വിടുക. അതല്ലാതെ നമ്മുടെ പിന്നാലെ നടന്നിട്ട് യഥാർത്ഥ എക്സ് മുസ്ലിം ആരാണ്, അവരിൽപ്പെട്ടവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഉടായ്പ പരിപാടി നിർത്താൻ ലിയാക്കത്തിനോട് ഉപദേശിക്ക്. സമയം കിട്ടും. അല്ല, യഥാർത്ഥ എക്സ് മുസ്ലിം, യഥാർത്ഥ സ്വതന്ത്ര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 916 കളിക്കുന്ന കുറേ അമ്മാവന്മാരുണ്ട്. അതിൽപ്പെട്ടിട്ടുള്ള ആളായിട്ട് ലിയാക്കത്ത് അതപ്പതിച്ചിരിക്കുകയാണ്, ഒരു വോക്കായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറയാം എപ്പോഴും വിളിക്കുമ്പോൾ. അല്ലാതെ ആളോട് നമുക്ക് ഒരു വിരോധവും ഇല്ല. നമ്മുടെ പിന്നാലെ കൂടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ആളുകൾക്ക് മാന്യമായത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ചെയ്യുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പം ആള് കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെയാണ് ചെയ്തോട്ടെ. നമ്മളൊന്നും ഞാൻ എപ്പോഴെങ്കിലും ലിയാക്കത്തിന്റെ വീഡിയോ ചെയ്തത് ശരിയായില്ല ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അത്രയും പുറകോട്ട് ഞാൻ പോയി നോക്കിയിട്ടില്ല. നിങ്ങളുടെ എത്ര പോയാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാലും ഞാനത് പറയാൻ പോണ കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. അത് അവർക്ക് വിട്ടുകൊടുക്കാം. അല്ലാതെ ഞാൻ ചെയ്യണതാണ് ശരിയായ രീതി, നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന ഒരു നാർസിസ്റ്റിക് സ്വഭാവം വെക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല. ഇത് ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നം. ഇവിടുത്തെ അബ്ദുള്ള ബാസിൽ നിങ്ങളിപ്പോ വളരെയധികം സ്കോൺ ചെയ്ത ഈ കേൾക്കൂ, അബ്ദുള്ള ബാസിൽ പോലും കൊടുത്ത ഉപദേശമാണ് ഈ പറയുന്നത് ഇവർക്ക്. എന്നിട്ട് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് പറഞ്ഞ അടുത്തതിന് ഇസ്ലാമോഫോബിയ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് അബ്ദുള്ള ബാസിലാണ്. നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നം. അബ്ദുള്ള ബാസിൽ പറഞ്ഞു, വിശ്വനാഥൻ ഡോക്ടറോട് പറഞ്ഞു ഇത് ശരിയല്ല, ഇതൊന്ന് ഇസ്ലാമിനെയും വിമർശിക്കണം ചില സമയങ്ങളിൽ. എന്തിനാ വിശ്വനാഥൻ ഡോക്ടർ വിമർശിക്കുമ്പോൾ മാത്രം ശരി, അതേ കാര്യം രവിചന്ദ്രൻ പറയുമ്പോൾ മോശമാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് അബ്ദുള്ള ബാസിലാണ്. അവർക്കുള്ള ആ ബോധം പോലും ഈ പറയുന്ന വലിയ സ്വതന്ത്രിന്തർ എന്ന് പറയുന്ന ആളുകൾക്ക് ഇല്ല എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഈ അമ്മാവൻ ചമയുന്ന പണി നിർത്താൻ പറയാം. ഈ നല്ല അമ്മാവൻ അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതി ഉണ്ട്. അത് അവർക്ക് വിട്ടുകൊടുക്കാൻ പറയാം. വിളിക്കുമ്പോൾ എപ്പോഴേലും പറഞ്ഞാൽ അത്രയും നമ്മൾ പറയണുള്ളൂ. നമ്മുടെ പിന്നാലെ കൂടരുത്. നമ്മളെ വിമർശിച്ച് വീഡിയോ ചെയ്യുക. ഇവരുടെയൊക്കെ വലിയ പരിപാടികളുടെ തീം തന്നെ അതാണ്.
രവിചന്ദ്രനെ വിമർശിക്കുക, ആരിഫിനെ വിമർശിക്കുക, സ്വതന്ത്ര ചിന്തകർ, എന്താണ് ഇസ്ലാമോഫോബിയ പടർത്തുന്ന സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറഞ്ഞ പരിപാടി, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനതിന് നിൽക്കണത് നമ്മൾ ചോദിക്കണതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും താങ്ക്സ് വിളിച്ചതിന്. എപ്പോഴായാലും നിങ്ങൾ കേച്ചേരി അല്ലേ? അതെ അതെ, കേച്ചേരിയിൽ എവിടെയാന്നുള്ള എനിക്കറിയില്ല, പക്ഷെ ഞാന് സ്ഥിരം നമ്മുടെ എന്താണ് നമ്മുടെ പുഴക്കില്, ആ ബ്യൂട്ടിഫുൾ ഭാഗം അത് എത്തുന്നതിന് മുന്നെയാണ്. അതെ, അപ്പൊ പുഴക്കല് പറയുന്നില്ല, പുഴക്കല് ഭാഗത്തായിട്ട് ഞാൻ എപ്പോഴും വരാറുണ്ട്. പിന്നെ അപ്പൊ ഞാൻ കേച്ചേരി വഴിയാണ്, നമ്മൾ പെരുമ്പിലാവുന്ന നേരെ ഒരു ഉൾവഴി ഉണ്ടല്ലോ, ഉൾവഴി എന്നൊന്നും പറയില്ല, ബൈപ്പാസ് അങ്ങനെ പറയൂ. അത് തന്നെ ഇപ്പൊ നല്ല റോഡൊക്കെ ആക്കി. അതെ, അടിപൊളി റോഡൊക്കെ ആക്കി. ഞാൻ അതുവഴി കേച്ചേരി വരാറുണ്ട്. കേച്ചേരിന്നാണ് ഞാൻ എന്റെ കയ്യിൽ ഒരു ടാറ്റു ചെയ്ത്, ആ ടാറ്റുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ടാറ്റു ഒക്കെ അടിച്ച് ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി. അപ്പൊ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായില്ല, കുർബാന കൊണ്ടപ്പോ ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഞങ്ങള് ഫാമിലി ആയിട്ട് തിരിച്ച് നാട്ടിൽ പോയി. നാട്ടിൽ പോയിട്ട് അന്ന് തിരുമേനി വരുന്ന ദിവസമായിരുന്നു. അന്ന് പ്രത്യേക കുർബാനയായിരുന്നു, ഞായറാഴ്ച. ഞങ്ങൾ പോയി. അപ്പൊ ഞാൻ ഫുൾ കൈ, സാധാരണ ഞാൻ അങ്ങനെ ഫുൾ കൈ യൂസ് ചെയ്യാത്തൊരു, ഫുൾ കൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മടക്കി കൈയിന്റെ മുട്ടിന്റെ അവിടെ വരെ വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് ഞാന് ഫുൾ കൈ അഴിച്ചിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മറ്റേ നമ്മുടെ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് പോയിട്ട് ഇങ്ങനെ തിരുമേനിയുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ ആ അപ്പം ഇങ്ങനെ മേടിക്കുന്ന സമയത്ത് എന്റെ കൈ കുറച്ചിങ്ങനെ മേലോട്ടൊന്ന് നീങ്ങി. അപ്പൊ പുള്ളിക്കാരൻ ഈ കയ്യിലടിച്ചിരിക്കുന്ന ടാറ്റു ഒന്ന് കണ്ടു. അത് കണ്ടൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരന്റെ അത് പൊതു മധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് ശരീരത്തിൽ ഇങ്ങനെ പച്ച കുത്തി വരുന്ന ആൾക്കാര് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഒരു പക്ഷെ ഞാനായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് മുന്നേ വന്ന വേറെ ആരെങ്കിലും കണ്ടതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇതേ സാധനം ഇവിടെ, ഞാൻ ദുബൈയിലാണുള്ളത്, ദുബൈയിൽ വന്നു കഴിയുമ്പം ഇവിടെ തിരുമേനി വരാറുണ്ട്, ഇവിടെ അച്ഛൻ വരാറുണ്ട്. പക്ഷെ ഒരാളും ഒരു കാര്യം ഒന്നും പറയാം. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ പള്ളിയിൽ വന്നിരിക്കുന്ന ഒരു 99% ആൾക്കാരും പച്ച കുത്തിയിട്ടാണ് വരുന്നത്. ഒരു കുഴപ്പമില്ല അന്നേരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇവിടുത്തെ ഡൊണേഷൻസ് അത് നല്ല രീതിയിൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നമ്മള് 100 ആയാലും 200 ആയാലും 300 ആയാലും നമ്മളത് തിരിച്ച് ചോദിക്കാതെ അല്ലെങ്കിൽ ഒന്നും പറയാതെ നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്കൊരു തോന്നല്. അപ്പൊ എന്റെ വൈഫ് എന്റെ അടുത്ത് പറഞ്ഞ നാണം കെട്ടില്ലേ, മോശമായില്ലേ? ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഞാൻ വലത്തെ കയ്യിലല്ലേ അടിച്ചിട്ടുള്ളത്, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഇടത്തെ കയ്യിലും കൂടി അടിച്ചിട്ട് വന്നിട്ട് എന്താ പറയുന്നത് നോക്കാം, അന്നേരം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു. സംസാരിച്ചതിൽ വളരെ സന്തോഷം, സംസാരിക്കാൻ പറ്റിയതില്. ഓക്കെ, താങ്ക് യു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.